സാധനം കാണിച്ചു തരാവേ. അപ്പം നമ്മൾ അന്നൊരു ദിവസം നമ്മുടെ ഡെൻഡ്രോബിയം എന്ന് പറഞ്ഞ പ്ലാന്റ് നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടിയത് നമ്മൾ ഈ ചാമ്പയെ കൊണ്ട് വെച്ചായിരുന്നു അല്ലേ. അപ്പോൾ അതിനിതേ പുതിയ തളിർപ്പൊക്കെ വന്ന് പുതിയ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ചാമ്പയിൽ അത് ശരിക്കും പിടിച്ചിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. വേറൊരു വിശേഷം കൂടി ഉണ്ട്, അത് ഞാൻ പറയാവേ. അപ്പം കണ്ടോ, ഒത്തിരി പൂക്കൾ നമ്മളെ ഡെൻഡ്രോബിയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അടിപൊളിയായിട്ടുള്ള ഫ്ലവർ ആയിരുന്നു. അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീനും അതേപോലെ തന്നെ നല്ലൊരു പിസ്ത കളറായിരുന്നു നമ്മുടെ ഫ്ലവറിന് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാമ്പ ഇതാ പൂത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പൂക്കൾ നമ്മൾ ചാമ്പയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മുടെ ചാമ്പ ഉണ്ടാവും. അപ്പോൾ ജ്യൂസ് അടിച്ച് കുടിക്കാൻ സൂപ്പർ ടേസ്റ്റ് അല്ലേ നമ്മുടെ ചാമ്പയ്ക്ക്. അപ്പോൾ ഞാൻ ചാമ്പേൻ്റെ പൂ തിന്നു നോക്കിയപ്പോൾ ശരിക്കും ചാമ്പയ്ക്കേൻ്റെ ചൊവ്വ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ചവർപ്പും തുള്ളി കയ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചാമ്പയ്ക്ക് തിന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മുടെ ചാമ്പ മുഴുവനും പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പണ്ട് മുതലേ ഉള്ള ചാമ്പയാണേ. അപ്പം ഇനി മഴക്കാലം വരുമ്പോഴും നമ്മുടെ ചാമ്പ നിറച്ച് പൂക്കൂലേ. അപ്പോൾ എന്താക്കും, മഴക്കാലം വരുമ്പോഴേക്കും നിറച്ച് പുഴുക്കളായിരിക്കും ചാമ്പക്കയിലുണ്ടാവുക. അപ്പോൾ ഈ വേനൽക്കാലത്ത് ചാമ്പയ്ക്ക നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ പുഴുക്കളുണ്ടാവില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല മധുരമുള്ള ചാമ്പയ്ക്ക നമുക്ക് കിട്ടും. പിന്നെ ചാമ്പയ്ക്കേൻ്റെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം നമ്മൾ ഡെൻഡ്രോബിയത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാമ്പയ്ക്ക കാഴ്ചയൊക്കെ കഴിഞ്ഞ് നമുക്ക് ജ്യൂസൊക്കെ അടിച്ച് പറിക്കുന്നതൊക്കെ വീഡിയോ ഓൺ ദ വേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.